ഇതാണ് ഈ മാർപ്പാപ്പ പറഞ്ഞത്. എപ്പോഴാണ് നടപ്പാക്കുക? ഇതിന് മെത്രാന്മാരും വൈദികരും തയ്യാറാകുന്ന നിമിഷം അതിന് വേണ്ട ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ 120 കോടി, ഞാൻ പറഞ്ഞില്ല 50 ലക്ഷത്തിന് നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ 120 കോടിയുമായിട്ട് മെത്രാന്മാരും ബോധവൽക്കരിക്കാൻ ചെറിയ കാര്യമാണോ? നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമുക്കിത് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങി വെച്ചു, ബെനഡിക്ട് മാർപ്പാപ്പ അത് കണ്ടിന്യൂ ചെയ്തു, ഫ്രാൻസിസ് മാർപ്പാപ്പ ചുരുങ്ങിയ പക്ഷം സീറോ മലബാർ സഭയിലെങ്കിലും അത് നടപ്പാക്കാൻ ശ്രമിച്ചു നോക്കി. നടന്നിട്ടില്ല, നടക്കുമായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ സെപ്റ്റംബർ 25-ാം തീയതി, ഇതിപ്പം ഒക്ടോബർ അല്ലേ, സെപ്റ്റംബർ 25-ാം തീയതി ഈ ആരാധനാക്രമ അതിന്റെ ലിറ്റർജിയുടെ കോൺഗ്രിഗേഷന്റെ മുമ്പത്തെ പ്രീഫെക്ട് റോബർട്ട് സാറ അദ്ദേഹം ഇപ്പോഴത്തെ ലയോൺ മാർപ്പാപ്പയെ കൂടിക്കാഴ്ച നടത്തി. അപ്പോ അദ്ദേഹം ഈ ലത്തീൻ സഭയില് ജനാഭിമുഖ കുർബാന മാറ്റി ദൈവോന്മുഖ കുർബാന വേണമെന്ന് വാദിക്കുന്ന ആളാണ്. ലിറ്റർജിയുടെ തലപ്പത്തുണ്ടായിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത്. അദ്ദേഹം 75 വയസ്സ് പൂർത്തിയായപ്പോൾ അദ്ദേഹത്തെ മാറ്റി. ഇപ്പൊ 80 വയസ്സായി അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഈ ലയോൺ മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയുള്ള സ്വകാര്യ ഓഡിയൻസിൽ കാര്യങ്ങൾ പുറത്ത് പറയില്ല. എങ്കിലും 2-3 കാര്യങ്ങൾ വെളിപ്പുറത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള പ്രതീക്ഷ മാർപ്പാപ്പയും അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ വൈദിക കേന്ദ്രീകൃതമാണ്, അത് മാറി ക്രിസ്തു കേന്ദ്രീകൃതമാകണം ലിറ്റർജി ലത്തീൻ സഭയിലും എന്നത് തത്വത്തിൽ ലയോൺ മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വിശുദ്ധ പാരമ്പര്യത്തോട് വിവേകത്തോടുള്ള കൂറ് വേണം എന്ന് മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുണ്ട്. വിവേകം വേണം, അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ആക്കേണ്ട കാര്യമില്ലായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായ പാരമ്പര്യങ്ങൾ, വിശുദ്ധ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് ലയോൺ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അത് സീറോ മലബാർ സഭയോട് പറഞ്ഞ സന്ദേശത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു കാര്യം പറഞ്ഞത്, ഈ ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കി പകരം മനുഷ്യനെ പ്രതിഷ്ഠിക്കുകയാണ് ആധുനിക കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇല്ലയോ? കമ്മ്യൂണിസം ആണെങ്കിലും മറ്റേതാണെങ്കിലും ഈ മാനവികത, മാനവികത എന്നൊക്കെ പറയുന്നത് ദൈവത്തെ മാറ്റി സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അവിടെ മനുഷ്യനെ സ്ഥാപിക്കുക. ഇത് തന്നെയാണ് ജനാഭിമുഖ കുർബാനയിൽ സംഭവിച്ചത്. എല്ലാ ശ്രദ്ധയും തന്നിലേക്ക് വരുന്നതിനാൽ വൈദികൻ ഒരു ഭ്രാന്തമായ അഭിനിവേശത്തില് ഇങ്ങനെ ഒരു മോഹവലയത്തിൽ ഇരിക്കുക. അത് ഉപേക്ഷിക്കാൻ വൈദികർ തയ്യാറല്ല. കാരണം കർത്താവിലേക്കല്ല ശ്രദ്ധ, അച്ഛനിലേക്കാണ്. സകല ശ്രദ്ധയും അച്ഛനിലേക്കാണ്. അച്ഛനെ ആശ്രയിച്ചാണ് വിശ്വാസം നിലകൊള്ളുന്നത്. അച്ഛൻ ഒരു അല്പം മോശമായാൽ ആൾക്കാർ പള്ളിയിൽ പോകില്ല. കാരണം എന്താ? അവർ അച്ഛനെ കണ്ടിട്ടുള്ളൂ, കർത്താവിനെ കണ്ടിട്ടില്ല. പള്ളിയില് അച്ഛനെ കണ്ടിട്ടുള്ളൂ, കർത്താവിനെ കണ്ടിട്ടില്ല. കാരണം അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് മാറ്റേണ്ടതുണ്ട് എന്ന് ലിയോൺ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് റോബർട്ട് സാറ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുക, എന്തിനാണ് ഈ അൽമായ മുന്നേറ്റക്കാര് ഇപ്പോഴും ഈ ഒരു വൈദിക മേൽക്കോയ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അൽമായ മുന്നേറ്റം ഒരു സിനഡും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്, എന്നിട്ട് ഒരു വാദിക്കുന്നത് അൽമായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയാണ്. ഇതാണ് അവരുടെ വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. അവരെത്ര അൽമായ സിനഡ് നടത്തിയാലും അത് നിലനിൽക്കില്ല. കാരണം എന്താ? ഈ വൈദികൻ ഇങ്ങനെ പള്ളിയില് കർത്താവിനെ മറക്കുന്ന തരത്തിൽ നിൽക്കുന്ന കാലത്തോളം, ഈ വൈദിക ആൺകോയ്മ, വൈദിക മേൽക്കോയ്മ ഉള്ള കാലത്തോളം മുന്നേറ്റക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മുന്നേറ്റക്കാർ വാസ്തവത്തിൽ ദൈവോന്മുഖ കുർബാനയ്ക്ക് വേണ്ടിയാണ് വാദിക്കേണ്ടത്. അപ്പോഴാണ് അൽമായർക്ക് പ്രാധാന്യം ഉണ്ടാകുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർ അതിന്റെ തലപ്പത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചോദ്യം, എന്താണ് ലിറ്റർജിയുടെ ഏറ്റവും കാതലായ അംശം? ദിവ്യബലിയില് വൈദികൻ ഉൾപ്പെടെ, ഉത്തരവിതാണ്, വൈദികൻ ഉൾപ്പെടെ ആരാധന സമൂഹമായ സഭ മുഴുവൻ, സഭ എന്ന് വെച്ചാൽ ആരാധന സമൂഹമാണ്, അല്ലാണ്ട് സാമൂഹിക സംഘടനയല്ല. ഈ ആരാധന സമൂഹം മുഴുവൻ, വിശ്വാസി സമൂഹം മുഴുവൻ ദൈവത്തെ ഫോക്കസ് ചെയ്യുക, ദൈവത്തിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുക. അതിനെയാണ് അൾത്താരാഭിമുഖ കുർബാന എന്ന് വിളിക്കുന്നത്. ദൈവോന്മുഖ കുർബാന വിളിക്കുന്നു. അതൊക്കെ തന്നെ ആദ് ഓറിയന്റൽ കുർബാന, അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ ഓറിയന്റൽ വെച്ചാൽ ഓറിയന്റല് കിഴക്കോട്ട് തിരിയുക. അതിനെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? വൈദികനും വിശ്വാസ സമൂഹവും ഒറ്റക്കെട്ടായി ദൈവത്തെ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഒരു ചോദ്യം കൂടി അച്ചോ, എന്താണ് അതിന്റെ മേന്മകൾ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചുരുക്കം 2-3 പറയാം. ഒന്ന്, ഇത് ശ്ലൈഹിക പാരമ്പര്യമാണ്. ശ്ലൈഹിക പാരമ്പര്യം എന്ന് വെച്ചാൽ സ്ലീഹന്മാർക്ക് കിട്ടിയ പാരമ്പര്യം. സ്ലീഹന്മാർക്ക് കിട്ടിയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ തുടക്കം മുതല്, അതായത് കുരിശിലെ ബലി മുതല് 1962 വരെ എല്ലാ സഭകളിലും ഈ രീതി ഉണ്ടായിരുന്നുള്ളൂ. 1962 രണ്ടാം വത്തിക്കാൻ സൂനോദോസ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് വരെ എല്ലാ സഭകളിലും, പൗരസ്ത്യ സഭകളെ, സീറോ മലബാർ സഭ മാത്രമല്ല, കത്തോലിക്ക സഭയിലുള്ള 24 സഭകളിലും ദൈവോന്മുഖമായിരുന്നു കുർബാന, പൂർണ്ണ ദൈവോന്മുഖമായിരുന്നു കുർബാന.
കാരണം എന്താണ്? ഇത് ക്രിസ്തുവിൽ നിന്ന് വന്ന പാരമ്പര്യമാണ്. എന്തുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് വന്നെന്ന് പറയണേ? കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു. കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു. പിതാവേ അവരോട് ക്ഷമിക്കണമേ. പിതാവേ, പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനെയാണ് വിളിച്ചിട്ടാണ് പറയുന്നത്, പിതാവേ അവരോട് ക്ഷമിക്കണമേ. പിന്നെ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആദ്യത്തെ വചനവും കുരിശിൽ നിന്നുള്ള ആദ്യത്തെ വചനവും അവസാനത്തെ വചനവും ദൈവപിതാവിലേക്ക് നോക്കി ദൈവപിതാവിനെ അഭിസംബോധന ചെയ്തിട്ട. അപ്പൊ കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു. പിതാവേ അവരോട് ക്ഷമിക്കണേ, പിതാവേ അങ്ങയുടെ കരങ്ങൾ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഞാൻ ഇതിലേക്കൊന്ന് തിരിച്ചു വരാം. ഏറ്റവും അവസാനം ഞാൻ ഇതിലേക്കൊന്ന് തിരിച്ചു വരാം. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ദൈവോന്മുഖം. സ്ലീഹന്മാർ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ശ്ലൈഹികമാണ്, ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ ശ്ലൈഹിക പാരമ്പര്യമാണ് ഈ ദൈവോന്മുഖ കുർബാന എന്ന് പറയുന്ന ഏകീകൃത കുർബാന. ജനാഭിമുഖമാകട്ടെ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച, സ്ലീഹന്മാർ നമുക്ക് ലഭിച്ച ഈ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. വിശേഷിച്ച് സീറോ മലബാർ സഭ എന്ന പൗരത്വ സഭയില് ഈ ജനാഭിമുഖം നടപ്പാക്കിയത് തീർത്തും പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ചാണ്. ലിറ്ററേച്ചർ പ്രതിസന്ധി എന്ന പുസ്തകത്തിൽ അത് ഞാൻ രേഖാമൂലം അതിന് സകല രേഖകളടക്കം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ജനാഭിമുഖത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എല്ലാം പുരോഹിതനാണ്. കർത്താവിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അവിടെ. പുരോഹിതനാണ് താരം, മെഗാ താരം, താര രാജാവ്. ഈ രാജാക്കന്മാരുടെ രാജാവായ കർത്താവിനെ പുരോഹിതൻ എന്ന നാടുവാഴി തന്റെ പുറകിലുള്ള ഒരു പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് അതിന് മുമ്പിൽ ഇങ്ങ് നിൽക്കുകയാണ്. കർത്താവിനെ സക്രാരുടെ മുമ്പിൽ നിന്നിട്ട് കർത്താവിനെ മറക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ, ഈ സക്രാരിലുള്ള ആ വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യം പോലും ഉണ്ടെന്ന് അതിനെ മറക്കുന്ന ആ വൈദികൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ തത്വത്തിൽ നിഷേധിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സുനബത്തിന്റെ പേരിലാണ് ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കണേ. രണ്ടാം വത്തിക്കാൻ സുനബസ് ഒരിക്കൽ പോലും ജനാഭികുർബാന എന്ന വാക്ക് ഉപയോഗിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന്റെ പേരും പറഞ്ഞ് കർത്താവിന് പുറംചെറിഞ്ഞ് നിൽക്കുന്നത് വലിയ ചതിയാണ്. രണ്ടാം വത്തിക്കാൻ സുനബസിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇല്ലേ, രണ്ടാം വത്തിക്കാൻ സുനബസിന്റെ ചൈതന്യം ആവാഹിച്ച് ഒന്നുമില്ല. കർത്താവിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണ് മുഴുവൻ ജനങ്ങളുടെ മേൽ വെക്കുക, അതാണ് പുരോഹിതൻ ചെയ്യേണ്ട ലിറ്റർജിയുടെ കേന്ദ്രമെന്ന് രണ്ടാം വത്തിക്കാൻ സുനബസ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കർത്താവിന്റെ കണ്ണെടുത്ത് കണ്ണ് മുഴുവൻ ഈ മുമ്പിൽ നിൽക്കുന്ന കണ്ണുകൾ ഈ ജനങ്ങളുടെ മേൽ വെക്കുക ഒരിക്കൽ പോലും രണ്ടാം വത്തിക്കാൻ സുനബസ് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാത്തൊരു സംഗതിയാണ്. ലിറ്റർജിയുടെ കേന്ദ്രം പുരോഹിതനല്ല, കർത്താവാണ്.